ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. രാവിലത്തെ പരിപാടികൾ നടക്കുകയാണ്. ചായ ഉണ്ടാക്കലാണ് ആദ്യത്തെ പണി. ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അത് കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ഹോളിഡേ ചെയ്ത് കാരണം തന്നെ പുറത്ത് പോയിട്ട് കുറച്ച് ഗ്രോസറി സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ദോശ ഉണ്ടാക്കി കുറച്ച് നല്ലപോലെ നെയ്യൊക്കെ നാലുകൂടെ മുറിച്ച് നെയ്യ് നല്ലപോലെ ഒഴിക്കിട്ടാൽ ഞാൻ നല്ലപോലെ ഒഴിക്കും. ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് നെയ്യിട്ട് ഗീ റോസ്റ്റ് എന്ന് പറയും. നമ്മളതന്നെ സംഭവം. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകണം. ഗ്രോസറി സാധനങ്ങൾ ഷോപ്പിങ്ങിൽ പോകണം. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നല്ല കൂന്തൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് കൂന്തലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും കുക്കിങ്ങും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ. അങ്ങനെ ഇപ്പോൾ കൂന്തൽ നല്ല വൃത്തിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് 3-4 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ടാവും. 5-6 പ്രാവശ്യം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം അതിന് മുമ്പൊരു വഴുവഴുപ്പ് പോലത്തെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ 5-6 പ്രാവശ്യം കഴുകേണ്ടി വരും. എന്നിട്ട് ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോകണം. അത് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോഴേക്കുള്ള മസാല അരയ്ക്കാൻ പോകണം. 2 ഗ്രാമ്പു, ഒരു പട്ട, അതുപോലെ വെളുത്തുള്ളി ഒരു 3-4 ഇട്ടിട്ടുണ്ട്, ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി കാശ്മീരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം. അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതാണ് അതിൻ്റെ മസാല. അതിലാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോണത് കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ക്യാബേജും കൊണ്ടുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാബേജ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, മീഡിയം, അത്യാവശ്യം വല്ലാതെ വലുപ്പത്തിലൊന്നുമില്ല, അത്യാവശ്യം ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുത്തോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയം ആണെങ്കിൽ 1 മതിയാവും. അത് വെച്ചിട്ടുള്ള കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി കറിയാണ് ചോറിലേക്കൊക്കെ. ഇതിപ്പോൾ ഏകദേശം വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിച്ചു. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, കുറച്ച് കളർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരിത്തിരി മുളക് പൊടി ഇട്ടുണ്ട്, ഇത് എരിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് എണ്ണയിൽ നമ്മൾ വറുത്തിടാൻ പോവുകയാണ്. കുറച്ച് ജീരകം ആദ്യം പൊട്ടിക്കണം. മറ്റേ നമ്മുടെ ക്യൂമിൻ സീഡ് ഇല്ലേ, പെരുംജീരകം അല്ല കേട്ടോ, മറ്റേ ചെറിയ ജീരകം ഉണ്ടല്ലോ അത്. അതിലേക്ക് പിന്നെ ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട്, ചുവന്ന മുളക്, കറിവേപ്പില എല്ലാം കൂടി ഇതിലേക്ക് വറുത്തിടാൻ പോവുകയാണ്. ഏകദേശം ആയി. പിന്നെ അതിൽ കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ട്, അതിന് കളർ വരാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി.
ഇനിയിപ്പോൾ കുറച്ച് കോവയ്ക്കും കൂടി റെഡിയാക്കാനുള്ളൂ. അത് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വെച്ചു ടാറ്റ ബൈ ബൈ, സീ യു.